ഇന്നത്തെ റെസിപ്പി തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന അളവുകൾ 6 ആൾക്ക് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ അളവാണ്. അപ്പോൾ ഒരു കലം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും മുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇങ്ങനെ തലശ്ശേരി ബിരിയാണിക്ക് ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ആ ചിക്കനിൽ ആ മസാല അല്ലാണ്ട് വെളുത്തോണ്ടിരിക്കുന്നത് അത്ര ഇഷ്ടമില്ല. അത് കാരണം ഞാനായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണിത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ആ 1 കിലോ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 2.5 കപ്പ് ജീരകശാല അരിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതും ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ട് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയ ഒരു രസം ഉണ്ടാവില്ല. എപ്പോഴും ആ ചെറിയ അരി കൈമ റൈസ്, അതായത് ജീരകശാല അരിയാണ് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് അരി എടുത്ത് കഴുകി അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അവിടെ വെള്ളം വാറ്റി വെക്കണം. എന്നിട്ട് 2.5 കപ്പ് അരിയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട വെള്ളം 5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അതായത് 2.5 കപ്പ് അരിയാണ് എടുത്തേക്കണമെങ്കിൽ അതേ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം അതെടുത്ത് നമ്മളൊരു പാത്രത്തിൽ, നല്ല വലിയ പാത്രത്തിൽ തിളപ്പിച്ചിട്ട് അതിലോട്ട് ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇത് 3ഉം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഉപ്പും പാകാക്കി വെക്കുക. ഉപ്പ് എപ്പോഴും ഒരു തരി മുന്നിലോട്ട് നിൽക്കണം, എന്നാലേ ചോറ് വേവുമ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. നെയ്യ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഉപ്പ് കറക്റ്റ് ചെയ്യണം. കാരണം നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ആ പട്ട, ഗ്രാമ്പു എല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ കഴുകി വാറ്റി വെച്ചേക്കുന്ന കൈമ റൈസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്തിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഇതിൽ ഈ വെള്ളം വറ്റുന്ന വരെ വേവിക്കുക. കുറച്ചൊരു ലേശം വെള്ളം ബാക്കി, ഒരു തരി വെള്ളം ബാക്കിയുള്ള അത്രയും വരെ വേവിക്കുക മൂടി വെച്ചിട്ട്. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്, ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്തിരുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ വെള്ളമെല്ലാം വറ്റി ചോറ് നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചോറ് മൂടി വെച്ചിട്ട് ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. കണ്ട, ആ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഒനിയൻ വറക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു 5 സവാള, ചെറിയ സവാള, ഒരു മീഡിയം സൈസ് 5 സവാള എടുത്ത് വളരെ നൈസായിട്ട് അരിയുക. എന്നിട്ട് അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ കണ്ട ഇങ്ങനെ ഒറ്റയായിട്ട് വിട്ട് വരും. ഇത് നമുക്ക് വറക്കാനുള്ള സവാളയാണ്. വളരെ നൈസായി അരിഞ്ഞതിന് ശേഷം നമ്മൾ കൈയിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വിട്ട് വരും. എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട്, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അത് ചെയ്യണം. എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഈ നൈസായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ഇട്ടിട്ട് വറക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കുക. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീയിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ സവാള അതിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോഴെല്ലാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് അതൊന്നും ചെയ്യണം, നമ്മൾ ഇളക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ട ഈ കളറാവുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് കഴിഞ്ഞ് 1 മിനിറ്റ് ആവണേക്കാട്ടി മുന്നേ നമ്മളത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ കളർ കറക്റ്റായിട്ട് വരും. ഇനി ഫുള്ളും വറുത്ത് കോരി എടുക്കുക. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മൊത്തം ഇതുപോലെ വറുത്തെടുക്കുക.
കറക്റ്റ് ഇത് നല്ല ഇതുപോലെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ടാവും. കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ഈ ബ്രൗൺ നിറത്തിൽ എടുക്കണം. അതിനുശേഷം ആ ഉള്ളി വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 3 സവാള, വലിയ സവാള അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട്, ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകാൻ പാടില്ല. ചോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 5 പച്ചമുളക് അരച്ചതും കൂടി ചേർക്കുക. പച്ചമുളക് എപ്പോഴും എടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് എടുക്കണം. എനിക്ക് 5 പച്ചമുളക് കറക്റ്റായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ബ്രൗൺ ഒരു നിറമാവും. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സവാള എത്ര വഴറ്റുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ കറിയുടെയും ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് കൂടുക. അതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഏതൊരു കറിക്കായാലും സവാള എത്ര വഴറ്റുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഒരു പഴുത്ത തക്കാളി മുറിച്ചത് ഇതിലോട്ട്, പുളി ഉള്ളതാണെങ്കിൽ പുളി നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. പുളി കൂടുതലുള്ളതാണെങ്കിൽ നമ്മളൊരു പകുതി മതി. പുളി അധികം ഇല്ലാത്തതാണെങ്കിൽ ഒരു വലിയ പഴുത്ത തക്കാളി ആഡ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ആ തക്കാളി വേവുന്ന വരെ നമ്മൾ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ മസാല പരട്ടി വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ശരിക്കും തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മസാല പരട്ടി വെക്കേണ്ട ആവശ്യമില്ല. വെറുതെ ചിക്കൻ ആഡ് ചെയ്താൽ മതി. എനിക്ക് ആ വെളുത്ത ചിക്കൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മസാല പരട്ടി വെച്ചേക്കുന്ന. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കുക. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നേക്കുന്നത് കണ്ട. ഈ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി മുക്കാൽ സവാളയും ഇതിലോട്ട് ആഡ് ചെയ്യാം. ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സവാള മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി സവാള ഈ കറിയിലോട്ട് ഈ സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സവാള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാല അല്ലെങ്കിൽ നിങ്ങളിൽ ഗരം മസാല എല്ലാം കൂടിയിട്ട് പൊടിച്ച ഗരം മസാല ആയാലും കുഴപ്പമില്ല. ബിരിയാണി മസാലയാണ് നോർമലി ആഡ് ചെയ്യേണ്ടത്. അത് വീട്ടിൽ പൊടിച്ചതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു തരി കുറച്ചൊരു വെള്ളം പോലെ ഒരു ലിക്വിഡ് പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. നല്ല ലിക്വിഡല്ല, അതുപോലെ തന്നെ വെക്കുക. അതിന് ശേഷം നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഗീ ആഡ് ചെയ്യുക ഫസ്റ്റ്. അതിന് ശേഷം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ റോസ്റ്റ് ഉണ്ടല്ലോ, ചിക്കൻ്റെ റോസ്റ്റ്, അത് ആഡ് ചെയ്യുക. ഇനി നമ്മളവിടെ വേവിച്ച് വെച്ചേക്കുന്ന അരി അത് ആഡ് ചെയ്യാൻ ഇതിൻ്റെ മേലേക്ക്. വേവിച്ചേക്കുന്ന ചോറ് ഫുൾ ഇതിൻ്റെ മേലെ ആഡ് ചെയ്യുക. ഇനി ഇത് ഈ ചോറ് ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മല്ലിയിലയും അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ബാക്കി എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ. പിന്നെ നമ്മൾ എടുത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തലശ്ശേരി ദം ബിരിയാണിയിൽ ശരിക്കും കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് കുറച്ച് മഞ്ഞ കളർ കാണണം എന്നുള്ളൊരു ഇത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി എടുത്ത് വെക്കണം.
എന്നിട്ട് ആ ചോറ് ഇട്ട് ഫുള്ള് ഇട്ട് കഴിഞ്ഞതിൻ്റെ മേലെ നമ്മൾ ആ മഞ്ഞൾപ്പൊടി കലക്കിയ ഇതുണ്ടല്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ദം ചെയ്ത് കഴിയുമ്പോൾ ചോറിനൊരു ചെറിയൊരു മഞ്ഞ കളർ പോലെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഗീ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒനിയൻ ബാക്കി ഉണ്ടായിരുന്നില്ലേ അതും കൂടി കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലെ വേണം മൂടിയിടാൻ. എന്നിട്ട് വേണം ദം ചെയ്യാൻ. എന്നാലാണ് ആ വെള്ളം ഇതിലോട്ട് വീഴാതെ ആ ഫോയിൽ പേപ്പർ മേലെ ആവുള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് മൂടി വെച്ചിട്ടാണ് ദം ചെയ്യാൻ പോകുന്നത്. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ദം ചെയ്യുന്ന പാത്രം വെച്ചിട്ട് ഒരു ആ ചിക്കനും ചോറും ഒക്കെ ഇങ്ങനെ ഒരു തിളക്കുന്ന സൗണ്ട് വരില്ലേ, ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ദം ചെയ്യുക. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 20 മിനിറ്റ്സ്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ മൂടിമലൊക്കെ നല്ല ചൂട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി പാത്രം. മൂടിമലെല്ലാം ചൂട് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം 20 മിനിറ്റ്സിന് ശേഷമാണ് പാത്രം ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ദം ചെയ്തതിൻ്റെ. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിരിയാണി ദം ആയതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. അതിന് ശേഷം നമ്മളത് ചിക്കനും ചോറും കൂടിയിട്ട് ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ തലശ്ശേരി ദം ബിരിയാണി റെഡിയായി. കണ്ട അതിൽ ചോറിൽ യെല്ലോ കളർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കണ്ട, നല്ല ടേസ്റ്റിയാണ്.